സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. നമുക്കൊരിക്കലും പ്രതീക്ഷിക്കുകയോ ഭാവിയിൽ എപ്പോൾ സംഭവിക്കുമെന്നോ പറയാൻ കഴിയാത്ത ഒന്നാണ് നമ്മുടെ മരണം. മരണത്തിന് മുമ്പായി ജീവിതത്തെ സമ്പന്നമാക്കുക എന്നത് വിശ്വാസികളുടെ ആവശ്യമാണ്, നിർബന്ധമാണ്. ദുനിയാവിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ സമാനമായ ഒട്ടേറെ പരാമർശങ്ങൾ നമുക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ കഴിയും. ദുനിയാവിനെ നമ്മളൊരു കൃഷിയിടമാക്കണം ആഖിറത്തിലേക്ക് വേണ്ടി. ദുനിയാവെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു യാത്രക്കാരന് വിശ്രമിക്കാനുള്ള, വഴിയാത്രക്കാരന് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യമാണ്, ഒരു ഇടമാണ്. അതിനുശേഷം ആ വിശ്രമത്തിന് ശേഷം വലിയൊരു യാത്രയുണ്ട് എന്നെല്ലാം തുടങ്ങുന്ന കുറെ പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഒക്കെയുണ്ട്. ആയുസ്സിനെ ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയികളായ വിശ്വാസികൾ. ഇബാദത്തുകൾ കൊണ്ട് ആയുസ്സിനെ സമ്പന്നമാക്കുക എന്നത് വിശ്വാസികളുടെ കടമയാണ്, ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. യാ ഇബാദി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ വിളിക്കുകയാണ്. എന്റെ അടിമകളെ, എന്റെ ദാസന്മാരെ, ഇന്നമാ ഹിയ അഅമാലുക്കും ഹുസൈഹാ ലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഞാനവ നിങ്ങൾക്കായി എണ്ണി തിട്ടപ്പെടുത്തി അതിന്റെ കണക്ക് വെക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമൻ വജദ ഖൈറൻ, ആ കണക്ക് കൂട്ടലുകൾ നാളെ നിങ്ങൾക്ക് നന്മയായി കാണുന്നുണ്ട് എങ്കിൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. ഇനി ആരെങ്കിലും വമൻ വജദ ഗൈറ ദാലിക, ഇനി നാളെ അതല്ലാത്ത രൂപത്തിൽ, അതൊരു ഹൈറായിട്ടല്ല, അതൊരു ഷർറായി, ഒരു തിന്മയായി നമുക്ക് ബാധിക്കുന്നുണ്ട് എങ്കിൽ, കണക്ക് കൂട്ടൽ തെറ്റായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾ നിങ്ങളെ മാത്രമാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ കഴിയും, ഇഫ്അലുൽ ഖൈറ ദഹ്റകും, ജീവിതകാലം അത്രയും, നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് ജീവനുള്ള കാലം അത്രയും നന്മകളിൽ നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ആ നന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്തിനാണ് അത്തരം നന്മകളിൽ നാം മുന്നേറുന്നത്? വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്, നമ്മളെ സന്തോഷ വാർത്ത അറിയിക്കുന്നത്, വതഅറളു ലിനഫഹാത്തി റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കരുണാർദ്രമായ തലോടലുകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ആയുസ്സിന്റെ കാലം അത്രയും നന്മകളിൽ മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ കരുണാർദ്രമായ ആ തലോടലുകൾ അത് ആർക്കാണ് ലഭിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്, ആ തലോടലുകൾ ലഭിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത, അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, അവൻ അത്തരം നന്മകളിൽ മുന്നേറുന്നവർക്ക് ആ കരുണാർദ്രമായ തലോടലുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ നന്മകൾ സ്വീകരിക്കണമെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ എപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് സമയവും അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം വർഷിക്കുന്ന സമയങ്ങളാണ്. ആ സമയവും നമ്മുടെ ആരാധനകളും ഒന്നായി തീർന്നാൽ കണക്ക് കൂട്ടാൻ കഴിയാത്ത അത്രയും പ്രതിഫലം വിശ്വാസി സമൂഹത്തിന് ലഭിക്കുമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷ വാർത്ത നൽകുകയാണ്. നന്മ ചെയ്യാനുള്ള ഒരു അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം സന്ദർഭങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തുമായിരുന്നു. ശഅബാൻ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണയിൽ കൂടുതൽ നോമ്പ് നോൽക്കുമായിരുന്നു. ഒരു മാസം മുഴുവൻ നോമ്പ് നോറ്റിട്ടുള്ളത് പരിശുദ്ധ റമളാനിലാണ്. റമളാൻ അല്ലാത്ത മാസങ്ങളിൽ പ്രവാചകൻ ഏറ്റവും അധികം നോമ്പുകൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ശഅബാനിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുൽതു, ഞാൻ ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലിമ അറക തസൂമു ശഹറൻ മിൻ ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ, എന്തുകൊണ്ടാണ് നബിയെ മറ്റു മാസങ്ങളിൽ, റമളാൻ അല്ലാത്ത മറ്റു മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കുന്നത് ശഅബാനിലാണ് എന്ന് താങ്കളെ ഞാൻ പലപ്പോഴും കാണുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആ മാസങ്ങളിൽ നോമ്പ് കൂടുതൽ ആ മാസത്തിൽ കൂടുതൽ നോമ്പ് മറ്റു മാസങ്ങളിലേക്കാൾ കൂടുതൽ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, ദാലിക ശഹറുൻ യഅഫുലു നാസു അൻഹു ബൈന റജബിൻ വ ശഅബാൻ വ റമളാൻ. ശഅബാൻ എന്ന് പറയുന്ന ഈ മാസത്തിന്റെ പ്രത്യേകത, കൂടുതൽ ആളുകൾ അശ്രദ്ധരാകും. അതിന്റെ കാരണം അത് റജബിനും റമളാനിനും ഇടയിലുള്ള ഒരു മാസമാണ്. റജബ് എന്ന് പറയുന്നത് പവിത്രമായ മാസമാണ്. റമളാൻ എന്ന് പറയുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമാണ്. റജബിൽ അതൊരു പവിത്രമായ മാസം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാകും മനുഷ്യർക്ക്. അതേപോലെ റമളാൻ നന്മകളുടെ പൂക്കാലം എന്നുള്ള ഒരു സന്തോഷം ഉണ്ടാകും. എന്നാൽ അതിനിടയിൽ കടന്നു വരുന്ന ശഅബാൻ പലപ്പോഴും ആളുകൾ അശ്രദ്ധരാകുന്ന ഒരു സമയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ കാരണമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറ്റൊരു കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ കൂടുതലായി ഉയർത്തപ്പെടുന്ന മാസമാണ് എന്ന ഒരു പ്രയോഗം കൂടി ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഒന്നാമത് പറഞ്ഞ കാരണത്തെ കുറിച്ചാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, വഫീഹി ദലീലുൻ, അതിലത്തെ ഒരു കാരണമുണ്ട്. മനുഷ്യർ അശ്രദ്ധരാകുന്ന ആ സന്ദർഭത്തിൽ പുണ്യങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറയുന്നതിൽ ഒരു പ്രത്യേകമായ കാരണമുണ്ട്. ദലീലുൻ അലാ ഇസ്തിഹ്ബാബി ഇമാറത്തി ഔഖാത്തി ഹുസ്ലത്തിൻ നാസ് ബിത്വാഅ, ആരാധനകൾ കൊണ്ട് ധന്യമാക്കുന്നത്, മനുഷ്യർ അശ്രദ്ധയിലാകുന്ന സമയം ആരാധനകൾ കൊണ്ട് ധന്യമാക്കുന്നത് കൂടുതൽ പുണ്യകരമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് തെളിവ് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നതുകൂടി ആ സമയവും സന്ദർഭങ്ങളും ആളുകൾ അശ്രദ്ധരാകുന്ന സമയങ്ങളിൽ, ആളുകൾക്ക് താല്പര്യമില്ലാത്ത സമയങ്ങളിൽ നന്മകൾ ചെയ്യുന്ന മനുഷ്യരുടെ പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വലിയ ഇഷ്ടമാണ് എന്നുകൂടി ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യർ അശ്രദ്ധരാകുന്ന സമയങ്ങളിൽ ആരാധനകൾ മുഴുകുന്നതിന്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നല്ല ആത്മാർത്ഥതയുണ്ടാകും. നല്ല ആത്മാർത്ഥതയുള്ള ആളുകൾക്ക് മാത്രമാണ് ആ സമയത്ത് ആരാധനകൾ നിർവഹിക്കാൻ, നന്മകൾ ചെയ്യാൻ താല്പര്യമുണ്ടാവുക. ആരും കാണാത്ത, ആരും കേൾക്കാത്ത, ആരും അറിയാത്ത, എല്ലാവരും അശ്രദ്ധയിലായിരിക്കുന്ന സമയം, കളിയിലും വിനോദങ്ങളിലും താല്പര്യങ്ങളിലും ലോകം മുഴുവൻ വ്യാപൃതരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാധനകളിൽ ഒരാൾ മുഴുകാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അയാളുടെ ആത്മാർത്ഥത, ആ ആത്മാർത്ഥത വലിയ പ്രതിഫലാർഹമാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് ഒന്നാമത് വിശദീകരിക്കപ്പെടുന്ന ഒരു കാര്യം. രണ്ട്, നല്ല മനസാന്നിധ്യം ഉണ്ടാകണം, നല്ല മനക്കരുത്തുണ്ടാകണം. ലോകം മുഴുവൻ, നമ്മുടെ കുടുംബം മുഴുവൻ, നമ്മുടെ ആളുകൾ മുഴുവൻ, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള സ്നേഹിതന്മാർ മുഴുവൻ ഇത്തരം താല്പര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടകന്ന് സുഖലോലുപതയുടെ, സൗഭാഗ്യങ്ങളുടെ, സൗകര്യങ്ങളുടെ എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകുമ്പോൾ ആരാധനകൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ നമുക്ക് ആത്മാർത്ഥമായി ചെയ്യാൻ, ആത്മാർത്ഥത മാത്രം ഉണ്ടായാൽ പോരാ, അതിന് സമയമുണ്ടാകണം, മനസാന്നിധ്യം ഉണ്ടാകണം, അതിന് താല്പര്യമുണ്ടാകണം. അത്തരം ആളുകൾക്ക് മാത്രമേ ആ സമയത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിൻ വറാഇകും അയ്യാമസ് സബ്ർ ലിൽ മുതമസ്സിക് ഫീഹി യൗമഇദിൻ ബിമാ അൻതും അലൈഹി അജ്റു 50 മിൻകും. ഒരു പരീക്ഷണ നാളിൽ പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, ബുദ്ധിമുട്ടുകളുടെ, സങ്കടങ്ങളുടെ, ഒരുപാട് അശ്രദ്ധകളുടെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആരാധനകൾ കൊണ്ട് സമ്പന്നമാക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ ഒരു പ്രവാചകന്റെ ഒരു സുന്നത്തിനെ, അള്ളാഹുവിന്റെ ഒരു കൽപ്പനയെ ജീവിതത്തിൽ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ 50 ശുഹദാക്കളുടെ പ്രതിഫലം ഉണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അത് യാ നബി അല്ലാഹ് അവമിൻഹും, അവരുടെ കൂട്ടത്തിൽ 50 ശുഹദാക്കളാണോ? അവരുടെ അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ 50 ശുഹദാക്കളുടെ പ്രതിഫലമാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അല്ല, ബൽ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലെ, സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ 50 ശുഹദാക്കളുടെ പ്രതിഫലം ആർക്കാണ് ലഭിക്കുക? എല്ലാവരും അശ്രദ്ധരാകുന്ന, ഏറെ പ്രതിസന്ധികളുള്ള, പ്രയാസങ്ങളുള്ള, ബുദ്ധിമുട്ടുകളുള്ള, നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ
ഘട്ടങ്ങൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ ആരാധനകൾ നിർവഹിക്കാൻ മനസാന്നിധ്യമുള്ള മനുഷ്യർക്കാണ് ഈ പ്രതിഫലമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു. വീണ്ടും പ്രവാചകൻ പറയുന്നു, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റതി ഇലയ്യ. ആരാധനകൾ നിർവഹിക്കുന്ന മനുഷ്യരുണ്ട് എപ്പോൾ? ഫിൽ ഹർജി, യുദ്ധത്തിന്റെ, പോരാട്ടങ്ങളുടെ, പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ നാൾവഴികളിൽ ആരാധനകൾ കൊണ്ട് സമ്പന്നമാക്കുന്ന മനുഷ്യരുണ്ട്. മക്കയുടെ മസ്ജിദുൽ ഹറമിന്റെ ചാരത്ത് നിന്ന് മസ്ജിദുൻ നബവിയുടെ മുറ്റത്തേക്ക് അള്ളാഹുവിന്റെ റസൂലും സിദ്ദീഖുൽ അക്ബറും ഹിജറ പോയ ഹിജറയുടെ പ്രതിഫലമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മനുഷ്യർക്ക് അവരുടെ പ്രത്യേകത ഈ പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും ഒരുപാട് ബുദ്ധിമുട്ടുകളുടെയും തടസ്സങ്ങളുടെയും നാൾവഴികളിൽ ആരാധനകളും പ്രാർത്ഥനകളും കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കാൻ കഴിയുന്ന മനുഷ്യർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. മാത്രമല്ല വീണ്ടും എത്രയാണ് അതിന്റെ പ്രതിഫലങ്ങൾ വിശദീകരിക്കപ്പെടുന്നത്. നമുക്ക് അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അതിലൊന്നാണ് ശഅബാൻ മാസത്തിലെ നോമ്പുകൾ വർദ്ധിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത് പ്രവർത്തനം. അതേപോലെ തന്നെ രാത്രി നമസ്കാരങ്ങൾ, ഉറങ്ങി എഴുന്നേറ്റ നേരം രാത്രി അന്ത്യയാമങ്ങൾ ഉണർന്നെണീറ്റ് നമസ്കരിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്, നമുക്ക് ബുദ്ധിമുട്ടുകളുള്ള കാര്യമാണ്, ആളുകൾ അശ്രദ്ധരാകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കാൻ നിൽക്കുന്ന മനുഷ്യർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അമ്മൻ ഹുവ കാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറതി വയർജു റഹ്മത റബ്ബിഹി. അല്ലാഹുവിന്റെ പ്രതിഫലത്തെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നും ഇരുന്നും കിടന്നുമൊക്കെ ആരാധനകൾ നിർവഹിക്കുന്ന മനുഷ്യരും ഇതൊന്നും ചെയ്യാത്തവരും ഒരുപോലെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ഖുർആൻ വളരെ ശക്തമായി നമ്മളോട് ചോദിക്കുകയാണ്. ആ സമയങ്ങളിലെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾക്ക് അള്ളാഹുവിന്റെ തടസ്സമില്ല. നമുക്ക് അള്ളാഹു ഉത്തരം ചെയ്യുന്ന സമയമാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന, ലോകം ശാന്തമായി നിൽക്കുന്ന ആ സമയത്ത് നിശബ്ദതയിൽ ഒന്ന് എഴുന്നേൽക്കാൻ, എഴുന്നേറ്റ് ഉളൂ ചെയ്യാൻ, ഒന്ന് നമസ്കാരപ്പായിൽ നിൽക്കാൻ, നമുക്ക് ആരാധനകൾ നിർവഹിക്കാൻ, നമ്മുടെ സങ്കടങ്ങൾ ആകാശഭൂമികളുടെ സംരക്ഷകനായ, അഖില പ്രപഞ്ചങ്ങളുടെ സംരക്ഷകനായ, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ആകാശഭൂമികളെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ സങ്കടങ്ങളെ കുറിച്ച് അറിയുന്ന, നമ്മുടെ മനസ്സിന്റെ മന്ത്രണങ്ങളെ കുറിച്ച് അറിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ സൂക്ഷിച്ചു വെച്ച വേദനകളെ കുറിച്ച് പോലും അറിയാൻ കഴിയുന്ന ആ റബ്ബിനോട് കൈകൾ ഉയർത്തി പറയാൻ കഴിയുന്ന മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യും എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. ഇത് ആ സമയമാണ്. അതിനോട് താല്പര്യം കാണിക്കുന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാറുകൾ, പാപമോചന പ്രാർത്ഥനകൾ, സത്യവിശ്വാസികളുടെ അടയാളങ്ങളെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നത്, അവർ രാത്രി അന്ത്യയാമങ്ങളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. ജീവിതത്തിൽ സംഭവിച്ചു പോയ പാളിച്ചകളെ കുറിച്ച് സർവ്വാധിനാഥനായ റബ്ബിന്റെ മുന്നിൽ കൈകൾ ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത, ഒരു ദിവസം 100 തവണ ഞാൻ ഇസ്തിഗ്ഫാർ ചോദിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ തെറ്റ് ചെയ്യുന്ന ആളാണ് എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുമല്ല, പ്രവാചകന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുമല്ല, മറിച്ച് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത, ഒരു തിന്മയുടെ സമീപത്ത് കൂടി പോലും നടന്നു പോകാത്ത, ഒരു തിന്മയെ കുറിച്ച് പോലും ആലോചിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100 തവണയിലധികം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുമായിരുന്നുവെങ്കിൽ തെറ്റുകളിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുള്ള, തിന്മകൾ ഒരുപാട് വന്നു പോകാൻ സാധ്യതയുള്ള, സംസാരങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, ഇടപാടുകളിൽ, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഒരുപാട് അവ്യക്തതകളും പ്രയാസങ്ങളും വന്നു പോകാൻ സാധ്യതയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിനോട് എത്രമാത്രമാണ് നമ്മൾ അടുക്കേണ്ടത് എന്നത് നാം ഒന്ന് മനസ്സിരുത്തി ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് ദാനം ചെയ്യുന്ന മനുഷ്യർ, ഇന്ന് ആളുകൾക്ക് ഒരു താല്പര്യവുമില്ലാത്ത ഒരു ഏരിയ, 4 ആളുകൾ അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വതക്ക ചെയ്യാൻ പലപ്പോഴും ആളുകൾക്ക് താല്പര്യമുള്ളത്. എന്നാൽ ഒരാൾ പോലും അറിയാതെ, സ്വഹാബത്തിന്റെ പ്രത്യേകത അങ്ങനെയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കുറച്ച് ആളുകൾ പരാതിയുമായി വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ പട്ടിണിയാണ്, ഞങ്ങൾക്കൊരാൾ രാത്രിയിൽ ഭക്ഷണം കൊണ്ട് തരാറുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാറുണ്ടായിരുന്നു, കുറെ നാളായി അദ്ദേഹത്തെ കാണുന്നില്ല, ആരാണ് എന്നറിയില്ല. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ഒരാൾ പോലും അറിയാതെ വളരെ സ്വകാര്യതയിൽ ആ വീടുകളിലെല്ലാം ഭക്ഷണം നൽകി, സമാധാനിപ്പിച്ച്, ആശ്വാസം നൽകി കടന്നുപോയിരുന്നത് എന്നത് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രവും വ്യത്യസ്തമായിരുന്നില്ല. അങ്ങനെയാണ്
റളിയല്ലാഹുവിന്റെ പ്രത്യേകത. എത്രയോ ചരിത്രങ്ങളുണ്ട്. ഞാൻ ആ മേഖലകളിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ മാസങ്ങളെ ഏറ്റവും നന്നായി, സമ്പന്നമായി, ഫലഭൂയിഷ്ഠമായി, ആത്മാർത്ഥമായ ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാക്കാൻ, ഈ മാസങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് രണ്ടാമതായും ഓർമ്മപ്പെടുത്തുകയാണ്, നിർവഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. റമളാനിനെ വരവേൽക്കാനുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ആരംഭിക്കേണ്ട ഒരു സമയമാണ് ശഅബാൻ. പ്രവാചകനും സ്വഹാബത്തും ശഅബാൻ മാസത്തെ റമളാനിലേക്കുള്ള മുന്നൊരുക്കത്തിന്റെ ഒരു മാസമായിട്ടാണ് കണ്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ നോറ്റുവിട്ടാൻ ശഅബാനാണ് ഏറ്റവും കൂടുതൽ സ്വഹാബത്ത് ഉപയോഗിച്ചിരുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, കാന യകൂനു അലയ്യ സ്വൗമു മിൻ റമളാൻ, എന്റെ മേൽ നഷ്ടപ്പെട്ടു പോയ റമളാനിലെ നോമ്പുകൾ ഞാൻ ശഅബാനിലാണ് അത് പൂർത്തീകരിച്ചിരുന്നത് എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. പല കാരണങ്ങൾ കൊണ്ട് റമളാനിലെ നോമ്പുകൾ നോൽക്കാൻ കഴിയാതെ പോയ ആളുകൾ എണ്ണിത്തിട്ടപ്പെടുത്തി ശഅബാനിൽ അത് പൂർത്തീകരിക്കൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്. പ്രായാധിക്യം കൊണ്ടോ നിത്യരോഗം കൊണ്ടോ നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, സാധിക്കാത്ത ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഇനി നോറ്റ് വീട്ടാൻ കഴിയുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ആളുകൾ ഫിദിയ നൽകുക എന്നത് അവരുടെ ബാധ്യതയാണ്. അത് ആർക്കാണ് ആ ഫിദിയ നൽകേണ്ടത്? ഫിദിയത്തുൻ തുആമു മിസ്കീൻ, ഖുർആൻ പറയും, സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ കഴിയും. നോമ്പിനെ സംബന്ധിച്ച്, അതിന്റെ ഫിദിയെ സംബന്ധിച്ച് പരാമർശിക്കുന്നിടത്ത് ഒരു പാവപ്പെട്ടവനുള്ള ഭക്ഷണമാണ് പ്രായശ്ചിത്തമായി നൽകേണ്ടത്. പ്രായാധിക്യം കാരണത്താൽ നോമ്പ് നോൽക്കാൻ സാധിക്കാതെ വന്ന മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രായാധിക്യമായി നോമ്പ് നോക്കാൻ റമളാനിൽ കഴിയാത്ത ഒരു ഘട്ടത്തിൽ അദ്ദേഹം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 30 ദിവസത്തിലുള്ള ഭക്ഷണം പാകം ചെയ്ത് പാവപ്പെട്ടവർക്ക് നൽകി ഫിദിയ നൽകിയിരുന്നു നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയും. അപ്പൊ ആ ആളുകൾ നിർവഹിക്കേണ്ട ഫിദിയ ആ രൂപത്തിലാണ്. അല്ലാതെ നോറ്റ് വീട്ടാൻ കഴിയുന്ന സാധിക്കുന്ന ആളുകൾ, റമളാനിലെ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഉണ്ടെങ്കിൽ അത് ശഅബാനിൽ നോറ്റ് വീട്ടുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യണം. ശഅബാൻ അശ്രദ്ധരാകുന്ന ആളുകൾക്കിടയിൽ ആരാധനകൾ കൊണ്ട് സമ്പന്നമാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ പാളിച്ചകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.